ഹെയർ ഒന്ന് പാഷനാക്കിയതിന് ശേഷം പിന്നെ എപ്പോഴും ഒരുങ്ങിയാൽ പിന്നെ കണ്ണാടിൻ്റെ മുന്നിൽ നിന്ന് ഈ ഒരു കോപ്പറാട്ടി മസ്റ്റാണ്. അല്ലെങ്കിലും ഇങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങൾ പോകുന്നത് മാമൻ്റെ അടുത്തേക്ക്. അച്ഛനും അമ്മയൊക്കെ ഓൾറെഡി അവിടെ ഉണ്ട്. തിരുവത്തക്കടവ് ഉത്സവം കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ആ പോകുന്ന വഴിയിൽ അവിടേക്കുള്ള വരവാണെന്നാണ് തോന്നുന്നത്. ചെറിയതായിട്ടൊരു ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ നേരെ പോയത് മൂത്തമ്മൻ്റെ വീട്ടിൽ. അവിടെ എത്തിയപ്പോൾ അതാ മാളൂട്ടിൻ്റെ അവിടെ ഇരിക്കും. മാളൂട്ടിൻ്റെ എപ്പോൾ കണ്ടാലും ഓടിത് അതുപോലെ തന്നെ ഇതിലൊക്കെ എൻ്റെ പടച്ചോനെന്ന് പറഞ്ഞ് ആത്തേക്ക് ഓടിയത് എൻ്റെ വ്ളോഗ് ഇങ്ങനെ കളിയാക്കിയും കൊണ്ടാണ്. ഒരു പൊതി കൈ കൊടുത്തപ്പോൾ ആട് ഹാപ്പി. ഐസ്ക്രീം ആണ് കണ്ടപ്പോൾ അതിലും ഡബിൾ ഹാപ്പി. ചിക്കട്ടി പാർവതി ചിക്കട്ടി മാളൂട്ടിന് ഇതുപോലെ കുറച്ച് വെറുപ്പിച്ച് പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും കൂടെ തിരുവത്തക്കട. അവിടുത്തെ കാഴ്ച ഞങ്ങൾ കണ്ടറിയേണ്ടത് തന്നെ. ഞാൻ ചെറുപ്പത്തിലൊക്കെ ഇവിടെ വരെയാണ്, കാരണം എൻ്റെ അമ്മേൻ്റെ വീടിൻ്റെ അടുത്ത് കുറച്ച് ദൂരമുള്ളൂ. പക്ഷേ പഴയതിനേക്കാളൊക്കെ ഗംഭീരം. നമ്മളൊരു DJ വൈബ് തന്നെ പിടിച്ച് അടിപൊളിയായിട്ട് ആ നാട് മൊത്തം അങ്ങോട്ട് ആഘോഷത്തിൽ കാണാൻ പോകുന്ന പൂരം ഞാൻ പറഞ്ഞറിയിക്കുന്നില്ല. നമ്മളെ ലാലേട്ടനും മമ്മൂക്കിയും ദിലീപും അങ്ങനെ എല്ലാവരെയും രൂപങ്ങളുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഇവിടെ നല്ല അടിപൊളി വൈബായിരുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഈ വൈബുള്ള സ്ഥലമൊക്കെ കാണുമ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെ വല്ലാണ്ട് മിസ് ചെയ്യും. അതുപോലെ തിരുവനന്തപുരം മിസ് ചെയ്യും. ഒരുപാട് ആൾക്കാരുണ്ട്. എന്താ പറയുക, റോഡൊക്കെ ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഉത്സവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെടിക്കെട്ടായിരുന്നു. ലാസ്റ്റ് ദിവസത്തെ ആ വെടിക്കെട്ട് കാണാൻ വേണ്ടി എല്ലാവരും പോവുമായിരുന്നു ചെയ്യുക. അതുപോലെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ആദ്യമായിട്ട് യന്ത്രോഞ്ഞാലും തോണിയൊക്കെ കണ്ടത്, അതുപോലെ ഒരുപാട് ഇങ്ങനത്തെ അമ്യൂസ്മെൻറ്റ് പാർക്കുകളിലൊക്കെ ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെ കണ്ടത് ഞാനിവിടെ വെച്ചിട്ടാണ്. അതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് എനിക്ക് തിരുവത്തക്കടവ് തന്നെയാണ്. കുറേ നേരം ഈ ഘോഷയാത്രയൊക്കെ കണ്ട് അതിലൂടെ നടന്നൊക്കെ കാലം തന്നെ. അപ്പോൾ ഒന്നും നോക്കിയില്ല, ഞാനും മാളൂട്ടിയും കൂടെ അവിടെ ഇരുന്ന്. പ്ലേ ബട്ടൺ എന്നാണ് കുട്ടി പറഞ്ഞത്. ക്ലേ ബട്ടൺ അത് കിട്ടിയാൽ പൈസ ഒക്കെ കൊടുക്കണം തരുന്നുണ്ട്. പിന്നെ എൻ്റെ അമ്മയ്ക്കും അച്ഛനൊക്കെ ഒരേപോലെ കാണാൻ ഇഷ്ടമുള്ള പരിപാടിയാണ് ഈ മരണക്കിണർ എന്ന് പറഞ്ഞാൽ. ഞാനൊരു വട്ടം കയറിയിട്ടുണ്ട്, ഞാനും കയറി. പക്ഷെ എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ഗൈസ് മരണക്കിണർ കാണാൻ വന്ന മിയാളുടെ. നമുക്കിത് നിന്ന് കാണാൻ വേണ്ടി മുകളിലൊരു തട്ടും കൂടെ ഉണ്ട്. അങ്ങനെ അതിസഹജമായി ഞങ്ങൾ മുകളിൽ കയറി നിന്നാൽ പിന്നെ നമുക്ക് നല്ലപോലെ കാണാമല്ലോ, ഒന്നായി നല്ലപോലെ പേടിക്കാമെന്ന്. ശരിക്കും നോക്കിയോ ഗൈസ്, ഇപ്പോൾ കാണാൻ പോകുന്നതാണ് നമ്മുടെ നായ. പുള്ളി മാത്രമല്ല എല്ലാവരും ടോപ്പായിരുന്നു. ഒന്നും പറയാനില്ല ഗൈസ്, അതിഗംഭീരം. പൈസ മുതലായി എന്ന് തന്നെ പറയാം. എല്ലാവരും ടോപ്പായിരുന്നു. എനിക്കിത് ഇയാളെ പെർഫോമൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഞാനൊരു വീഡിയോ ഒക്കെ എടുത്ത് അസലായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത്തവണ ഞങ്ങൾ വേറൊന്നിനും കയറിയില്ല കേട്ടോ. പിന്നെ ഇതിന് നിങ്ങൾ എന്താ പറയുക, ഞാനൊക്കെ പണ്ട് കാറെന്നും പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ. പിന്നെ ഇതാണ് നമ്മളെ ഗ്യാങ്. ഇതിനകത്ത് കുറേ പേര് ഇനി മിസ്സിങ് ആണ്. മാമനും മാമിയൊന്നും ഈ ഒരു വീഡിയോയിൽ കാണാനില്ല. അവരൊക്കെ എന്തൊക്കെയോ സാധനമൊക്കെ വാങ്ങാൻ പോയി. പിന്നെ കസിൻസൊക്കെ അവിടെയും ഇവിടെ ഉണ്ട്. എൻ്റെ അനിയൻ അങ്ങോട്ടേക്ക് കയറിയിട്ടില്ല, നേരെ വീട്ടിലേക്ക് തന്നെ പോയി. അത് കഴിഞ്ഞ് നമുക്കിപ്പോൾ കുറേ ഭാഗ്യ പരീക്ഷണങ്ങളൊക്കെ കാണാനുള്ള സ്ഥലമാണ്. അങ്ങനെ എൻ്റെ അച്ഛനും കയറിയൊരു സ്ഥലത്ത് ഈ ബോൾ ഇങ്ങനെ ഉരുട്ടി വിടുക. അപ്പോൾ ഈ ഓരോ അക്കങ്ങളിൽ പോയി വിടുമല്ലോ. അതിൻ്റെ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ എത്രയാണോ പൈസ വരിക അതിനനുസരിച്ച് നമുക്ക് സാധനങ്ങൾ കിട്ടും. 50 രൂപയാണ് ഇതിൻ്റെ ഒരു എൻട്രി ഫീസ് എന്ന് പറയുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഇത് നഷ്ടക്കച്ചവടമായിരുന്നു. 18 ഞങ്ങൾക്ക് കിട്ടിയത്. 50 രൂപ കൊടുത്ത് 20 രൂപേൻ്റെ ഒരു ചട്ടിയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. പിന്നെ ഇതല്ലാണ്ട് സൈഡിൽ കൂടെ ധാരാളം കടകളുണ്ട്. പിന്നെ ഒരു ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട് ഞങ്ങൾ, അതെടുക്കാൻ മറന്നു കിട്ടും. പിന്നെ ഞങ്ങൾ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി പലഹാരങ്ങളതുണ്ട്, സാധനങ്ങളുണ്ട്. പക്ഷെ തെറമുട്ടായി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതെനിക്ക് തോന്നുന്നത് ഞങ്ങൾ അന്നശ്ശേരി ഭാഗത്തേക്കുള്ള തിരക്കി കേട്ടോ ഞാൻ കണ്ടിട്ടുള്ളത്. ചോക്ക് മിഠായി എന്നൊക്കെ പറയും. ഇവിടെ അല്ലാണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട്. അമ്മയ്ക്കൊന്നും പോരാൻ പറ്റുന്നില്ല അത്രയ്ക്കും. ഈ പാത്രങ്ങളും ചട്ടികളും എന്ന് പറഞ്ഞാൽ ലൈറ്റ്സുള്ള കാര്യങ്ങളുണ്ട്, അല്ലാണ്ട് ചെടികളുണ്ട്. ഈ ഭരണികൾ, ഈ ഒരു കളക്ഷനൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. എല്ലാത്തിൻ്റെയും പൈസ ചോദിക്കാനല്ലാണ്ട് ഞാനൊന്നും വാങ്ങിയിട്ടില്ല. പിന്നെ ഈ കുഞ്ഞുരള് അമ്മ അത് കുറേ വാങ്ങാൻ വേണ്ടി നോക്കി. അയാളോട് കുറേ വിലയൊക്കെ അപേക്ഷിച്ച് നോക്കി, പക്ഷേ അതിനൊന്നും നടന്നില്ല.
ഞാൻ അട്രാക്റ്റീവായിട്ട് ഇവിടെ നല്ല കളക്ഷൻ ആയിരുന്നു ഗൈസ്, വായി നോക്കി മതി. അതൊക്കെ ഒരു കാലം ഇപ്പം ആ ചെടിയിലൊക്കെ കയറി എല്ലാത്തിനും 100, 200, 300 ബൊങ്കയും വില വാങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതിന് ഒടുക്കത്തെ റേറ്റ്. അതുകൊണ്ട് ഇനി ഏതെങ്കിലും വീട്ടിൽ കാണുമ്പോൾ ഒരു കമ്പ് അടിച്ചിട്ട് വന്നിട്ട് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചു. എനിക്ക് ഈ നാട്ടിലെ ഉത്സവവും വേറെ ഓരോ പരിപാടികളൊക്കെ കൂടി, അതായത് ഇങ്ങനെ തെണ്ടി നടക്കാൻ ഇഷ്ടമാണ്. നാടും വീടും റേഷൻ കട എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. മൂത്തമ്മയുടെ എത്തിയപ്പോൾ ബിജിലേച്ചും മാളൂട്ടിയൊക്കെ ഇപ്പം തന്നെ പോകാന്ന്. അതുകൊണ്ടാണ് മാളൂട്ടിൻ്റെ മുഖത്തൊരു വാട്ടം. രാവിലെ ആകുമ്പോൾ അവൾ എണ്ണീക്കൂലെന്ന് പറഞ്ഞ് ഇവിടെ ഇപ്പം തന്നെ പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.